ഹലോ ഫ്രണ്ട്സ്, വണ്ടി ടൊയോട്ട കോളിസ് ആണ്. കോളിസ് 2003 മോഡൽ വണ്ടിയാണ്. കസ്റ്റമർ ഇപ്പോൾ അടുത്തെങ്ങാണ്ട് എടുത്തതാണ് വണ്ടി. എടുത്തിട്ട് കൊല്ലത്തെ വണ്ടിയാണ്. നമുക്ക് വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് മെക്കാനിക്കൽ വർക്ക്. ഓൾറെഡി ബോഡി ആയാലും ബാക്കി എല്ലാ ഭാഗമാണെന്നുണ്ടെങ്കിലും പക്ക ക്ലിയർ ആണ്. വണ്ടിക്ക് യാതൊരു ബുദ്ധിമുട്ടോ കുഴപ്പങ്ങളോ ഒന്നുമില്ല. മെക്കാനിക്കൽ വർക്ക് മാത്രം ഇത്തിരി ഉണ്ടായിരുന്നു, കുറച്ചധികം തന്നെ ഉണ്ടായിരുന്നു. പുള്ളിങ്ങിൻ്റെ പ്രശ്നമാണ് മെയിനായിട്ട് കസ്റ്റമർക്ക് കംപ്ലയിൻറ്റ്. പിന്നെ അതുപോലെ ക്ലച്ച് റൈസ് ആകുന്നുണ്ടായിരുന്നു, ക്ലച്ച് ഹാർഡ് ഉണ്ടായിരുന്നു. അങ്ങനെ മെക്കാനിക്കൽ വർക്ക് ഫുള്ളായിട്ട് നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാല് കൊടുത്താലൊന്നും അങ്ങനെ കയറിയൊന്നും പോകില്ല. അങ്ങനെ ഒരു സ്മൂത്തിലർ തന്നെ. പൊതുവേ കോളിസ് നമുക്ക് ഈ സ്റ്റഡൻ പിക്കപ്പ് ഒരു ഇതൊന്നും കിട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മറ്റുള്ള വണ്ടികൾ, ഇപ്പോഴത്തെ വണ്ടികൾ വരുന്നത് പോലെ സ്വിഫ്റ്റ്, ഇനോവ അങ്ങനെയൊക്കെ ഓടിക്കുമ്പോൾ ഒരു സ്റ്റഡൻ പിക്കപ്പ് കിട്ടില്ല. അതുപോലുള്ള ഒരു പിക്കപ്പ് ഒന്നും കോളിസിനകത്ത് പ്രതീക്ഷിക്കേണ്ട. നമുക്കിങ്ങനെ കയറി അങ്ങ് പോകും. ഒരു ലെവലിൽ നമുക്ക് പഴയ എന്താ പറയുക, റോയൽ എൻഫീൽഡൊക്കെ ഓടിക്കില്ല എന്ന മാതിരി നമുക്ക് ഇപ്പോൾ ബൈക്ക് യമഹമാതിരി ഒന്ന് ചാടി കയറിയെന്ന് പോലെ പല ആൾക്കാരും ചോദിക്കുന്നത്. അത് സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തിട്ട് പോളിസ് എടുത്തിട്ട് ഓടിച്ച് നോക്കുമ്പോൾ പുള്ളിങ് ഇല്ല. അങ്ങനെ നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ നോർമലൊരു പുള്ളിങ് മാത്രമേ നമുക്ക് ഈ കോളിസിനകത്ത് നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ സ്റ്റാർട്ട് ആൻഡ് പിക്കപ്പ് അങ്ങനെ വരില്ല. നോർമലി ഇങ്ങനെ കയറിപ്പോവും. റൺ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 120-130 കിലോമീറ്റർ സ്പീഡിലൊക്കെ റണ്ണാക്കാനും പറ്റും വണ്ടി, നല്ലൊരു ഹൈവേ ഒക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. അല്ലാതെ സ്റ്റാർട്ട് ആൻഡ് പിക്കപ്പ് അത്രയ്ക്ക് അങ്ങ് പ്രതീക്ഷിക്കേണ്ട ഒരു ലെവലിലേ കിട്ടുള്ളൂ വണ്ടി. അപ്പം അങ്ങനെ ഒരു കംപ്ലൈൻ്റ് ആണ്. പിന്നെ സസ്പെൻഷൻ വർക്കുകൾ കുറേ ഉണ്ടായിരുന്നു, കടപെടുന്ന സൗണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു വണ്ടിക്ക് ഫ്രണ്ടിൽ നിന്ന്. അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് മെക്കാനിക്കൽ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ക്ലച്ച് സെറ്റ് മാറിയിട്ടുണ്ട്. ഇൻറ്റീരിയർ ആണെന്നുണ്ടെങ്കിലും എക്സ്റ്റീരിയർ ആണെന്നുണ്ടെങ്കിലും വണ്ടി പക്ക കണ്ടീഷൻ തന്നെയാണ്. യാതൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ല. അല്ല ടെൻറ്റുകളോ കാര്യങ്ങളോ ഇനിയിപ്പോൾ ബോഡി പരമായിട്ടുള്ള വർക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ക നീറ്റ് തന്നെയാണ് വണ്ടി. അതുപോലെ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ പക്ക നീറ്റായിട്ട് തന്നെ പെയിൻ്റൊക്കെ ചെയ്ത് കറക്റ്റ് നീറ്റാക്കി വെച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് കണ്ടില്ലേ. ഇൻറ്റീരിയറിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡാഷ്ബോർഡ് ആണെന്നുണ്ടെങ്കിലും പെയിൻ്റൊക്കെ അടിച്ച് കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ഈ ഒരു മീറ്ററിൻ്റെ ആ പാനലാണെന്നുണ്ടെങ്കിലും നമുക്ക് സീറ്റിൻ്റെ അതേ ഒരു കളർ ടൂണിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സീറ്റ് ഈ കളറാണ്, ആ കളറിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. കാണാൻ തന്നെ നല്ലൊരു ക്യൂട്ട് ലുക്ക് ഉണ്ട് അതിനകത്ത്. ആണല്ലേ, പക്ക നീറ്റായിട്ട് തന്നെ ഉണ്ട് വണ്ടി. മെക്കാനിക്കൽ വർക്ക് മാത്രം ഉണ്ടായിരുന്നു. അതുകൂടാതെ നമുക്ക് ചെറിയ 1-2 കാര്യം മാത്രം ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിൽ ലിപ്പ് സ്കേർട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ വണ്ടിയിലും വരുന്നത് പോലെ തന്നെ സ്കേർട്ട് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ബൊലീറോയുടെ മിറർ ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ അതുപോലെ സ്കേർട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടില്ല, ലൈറ്റ് ഫിറ്റ് ചെയ്യണം. സ്കേർട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമേ നമ്മൾ എക്സ്ട്രാ നമുക്ക് ഇതിനകത്ത് ചെയ്തിട്ടുള്ളൂ. GS ആണ് വണ്ടി. ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ് വണ്ടി. ഇനിയിപ്പോൾ ഒന്ന് അത്യാവശ്യം നല്ലോണം വാഷ് ചെയ്തിട്ടൊന്ന് പോളിഷ് അടിച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ കുട്ടപ്പനാവും. പിന്നെ ബാക്ക് ലൈറ്റൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ട്, അതൊക്കെ കസ്റ്റമർ പിന്നെ നോക്കിയിട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഈ മെക്കാനിക്കൽ വർക്ക് ആദ്യം ഫുള്ള് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ബാക്കി എന്തെങ്കിലും വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നോക്കിയിട്ട് ചെയ്യാമെന്നുള്ള രീതിക്കാണ് കസ്റ്റമർ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മാറുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കംപ്ലീറ്റ് ലൈറ്റുകൾ മാറ്റാനുണ്ട്. ഫ്രണ്ടും ബാക്കും ഹെഡ്ലൈറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ ലൈറ്റും ഇതിനകത്ത് മാറ്റാനുണ്ട്. ഫോഗ് ലാമ്പ് ആയിക്കോട്ടെ. എന്നാൽ തന്നെ ആ ഒരു വണ്ടിക്ക് ഒരു ലുക്ക് വരുള്ളൂ. ഒക്കെ നമ്മൾ ഒറിജിനൽ ഇട്ട് വരുമ്പോൾ അതിന് തന്നെ ഏകദേശം ഒരു 10-27 രൂപ റേഞ്ച് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഇപ്പോൾ ചെയ്യുന്നില്ല. ബാക്കിയുള്ള എല്ലാ വർക്കും നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. സീറ്റാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. ഉണ്ടല്ലേ, നീറ്റായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും. പക്ഷേ എന്താണ്, ഡോർ പാഡ് മാത്രം ഒരു നോർമൽ ഡോർ പാഡ് ഉണ്ടല്ലോ, അതിൽ റെക്സിൻ അടിച്ച് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ വെക്കുമ്പോൾ ഇത് ഇങ്ങനെ പൊന്തി വരും. ഇതിൽ കുറച്ചാകുമ്പോൾ ഇത് കംപ്ലീറ്റും കംപ്ലൈൻ്റ് ആയി. ഇവിടെ മൊത്തം സ്ക്രൂ ഇട്ടത് കൊണ്ട് കുഴപ്പമില്ല, അങ്ങനെ നിൽക്കും. അപ്പോൾ എപ്പോഴും ഈ ഒരു ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലൈവുഡിൽ തന്നെ ചെയ്യാൻ നോക്കാം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് ക്ലിയർ ആയിട്ട് നിൽക്കുള്ളൂ, ലൈഫ് കിട്ടുള്ളൂ. നമുക്ക് ഇല്ലാതെ ലൈഫ് കിട്ടില്ല. പിന്നെ ഇൻറ്റീരിയലാണെന്നുണ്ടെങ്കിൽ എല്ലാം പക്ക നീറ്റായിട്ട് തന്നെ ഉണ്ട് വണ്ടി. അടിപൊളി വണ്ടിയാണ്. വണ്ടി ഓടിക്കാനും യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതുപോലെ തന്നെ നമ്മൾ മെക്കാനിക്കൽ വർക്കും കൂടെ തീർന്നപ്പോൾ ക്ലച്ചൊക്കെ പഴംമാരിയായി. പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്മൂത്തായി വണ്ടി. നല്ല നമുക്കൊരു ഫ്രീനെസ് നല്ലോണം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടി എടുക്കുമ്പോൾ. അപ്പോൾ എപ്പോഴും കോളേജിലൊക്കെ എപ്പോഴും എന്ത് വർക്കാണെന്നുണ്ടെങ്കിൽ തൊട്ട് ചെയ്യാതെ കംപ്ലീറ്റ് വർക്ക് ഫിനിഷ് ചെയ്യുക. ഫിനിഷ് ചെയ്തതിന് ശേഷം പിന്നെ സർവീസിന് വരുമ്പോൾ ചില്ലറ വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബാധ്യതയായിട്ട് തോന്നില്ല. വണ്ടി ഓടിക്കാനും നല്ലൊരു രസമുണ്ടാകും. മെയിനായിട്ട് മൊത്തം വർക്ക് ചെയ്യുമ്പോൾ ഏകദേശം നല്ലൊരു എമൗണ്ടും വരും മെക്കാനിക്കൽ വർക്ക്. ഇപ്പോൾ ഇതിൽ മെക്കാനിക്കൽ വർക്ക് ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 40-40 രൂപയുടെ വർക്ക് മെക്കാനിക്കൽ വർക്ക് കംപ്ലീറ്റും ചെയ്തിട്ടുണ്ട്. എൻജിനൊക്കെ പിന്നെ പക്ക കണ്ടീഷനാണ്, യാതൊരുവിധ ബുദ്ധിമുട്ടില്ല എൻജിന്. ഇപ്പോൾ എല്ലാം കൊണ്ടും സൈലൻ്റ് തന്നെയാണ് വണ്ടി. നമ്മൾ നല്ല റഫ് റോട്ടിലാണ് ഓടിക്കുന്നത്.
ഓടിക്കുമ്പോൾ ഒരു അനക്കോ ഇളക്കോ ഒന്നും തന്നെ ഇല്ല, നീറ്റായിട്ട് തന്നെ റൺ ആകുന്നുണ്ട്. നമുക്ക് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടപട കിളിയില്ല എന്നുള്ളൊരു സൗണ്ട് നല്ലവണ്ണം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്റീരിയറിൽ നിന്ന് മാത്രം ഡോർ പാഡും അങ്ങനെയുള്ള സീറ്റിൻ്റെ മാത്രം ചെറിയൊരു സൗണ്ട് വരുന്നുണ്ട്, ബാക്കിയെല്ലാം ഓക്കെയാണ്. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം കോളിസിലെ സർവീസിന് നമുക്ക് ഈ ഡോർ ഹിഞ്ചസ് കംപ്ലീറ്റ് പറഞ്ഞാൽ കംപ്ലീറ്റ് നമുക്ക് ഡോർ ഹിഞ്ചസും ലൂബ് ചെയ്യണം. ലൂബ് ചെയ്താൽ മാത്രമേ ആ പകുതി സൗണ്ട് പോകും. ഇല്ലെങ്കിൽ ഒരു കാച്ചിപ്പീച്ചും സൗണ്ട് എന്തായാലും വരും. ഒരു 2000 കിലോമീറ്റർ 3000 കിലോമീറ്റർ ആകുമ്പോൾ ഇത് മെയിനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു 2000 കിലോമീറ്റർ ഓടുമ്പോൾ എല്ലാ കോളിസും ഒന്ന് എയർ ഫിൽറ്റർ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാം. മെയിനായിട്ട് ചെയ്യേണ്ട കാര്യമാണത്. എന്ന് വെച്ചാൽ 5000 കിലോമീറ്റർ ഇപ്പോൾ എല്ലാവരും സിന്തറ്റിക് ഓയിലൊക്കെയാണ് ഇതിനകത്ത് ഒഴിക്കുന്നത്. കോളിസിനകത്ത് സിന്തറ്റിക് ഓയിൽ ഒഴിക്കുമ്പോൾ 5000 വിട്ടിട്ട് അവർ 7000 8000 കിലോമീറ്ററിലാണ് സർവീസ് ചെയ്യുക. ആ സർവീസ് ചെയ്യുന്ന സമയത്ത് ഈ എയർ ഫിൽറ്ററിനകത്ത് നല്ല പൊടി ഉണ്ടാവും. നല്ല പൊടി ഹൈവേയിൽ മാത്രം ഓടുന്ന വണ്ടികളാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. ഇതുപോലെയുള്ള നമ്മുടെ ഏരിയയിലൊക്കെയാണ് വണ്ടി ഓടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇതിൻ്റെ എയർ ഡക്റ്റ് ഇരിക്കുന്നത് വന്നിട്ട് ഫ്രണ്ട് ലെഫ്റ്റ് സൈഡ് വീലിൻ്റെ തൊട്ട് മുകളിലാണ്. അവിടെ നിന്നാണ് എയർ വലിക്കുന്നതും, ആ സൈഡിൽ നിന്നാണ് എയർ എടുക്കുന്ന സമയത്ത് ഈ വീല് കറങ്ങുമ്പോൾ അതിൻ്റെ പൊടിയും മണ്ണും കംപ്ലീറ്റ് ഈ എയർ ഫിൽറ്ററിൽ വന്ന് കയറും. ഒരു നിശ്ചിത കിലോമീറ്റർ കഴിയുമ്പോൾ എയർ ഫിൽറ്ററിൽ പൊടിയും മണ്ണും കയറി ബ്ലോക്ക് ആകുമ്പോൾ പിന്നെ ഈ എഞ്ചിന് പുള്ളിങ്ങും കുറയും. ഈ സക്കിങ് നല്ലോണം പ്രഷർ ചെയ്ത് വലിക്കുമ്പോൾ ഈ പൊടി മണ്ണും നമുക്ക് എഞ്ചിനകത്ത് കയറാൻ സാധ്യതയുണ്ട്. പൊടിയും മണ്ണെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കട്ട പൊടികൾ, നെയ്സ് പൊടികൾ നമുക്ക് ചിലപ്പോൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അങ്ങനെയുള്ള പൊടികൾ കയറിയാലും സിലിണ്ടറിനകത്ത് നമുക്ക് കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് കോളിസിന് കൂടുതൽ എഞ്ചിൻ മണി വരാനുള്ള സാധ്യത കൂടുന്നത്. സർവീസ് കറക്റ്റ് ആകാതിരിക്കുമ്പോഴാണ് ഈ വണ്ടിക്ക് എഞ്ചിൻ മണി കൂടുതലായിട്ടും വരുന്നത് തന്നെ. ഒരു ചെറിയൊരു പൊടിയുടെ അംശം തന്നെ കയറിയാൽ തന്നെ നമുക്ക് വണ്ടിക്ക് നല്ലവണ്ണം ബാധിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ മെയിനായിട്ട് കോളിസിൻ്റെ ഇപ്പോൾ ഏകദേശം ഒരു 12-14 കോളിസെങ്കിലും നമ്മൾ എഞ്ചിൻ പണി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ വർക്ക്ഷോപ്പിൽ തന്നെ 5 വണ്ടി എഞ്ചിൻ ഇറക്കിയിട്ടിരിക്കുന്നത്. എല്ലാം ഈ മറ്റേ ഓയിൽ കൺസപ്ഷനാണ്. ഓയിൽ കൺസപ്ഷൻ്റെ മെയിൻ കാരണം വരുന്നത് ഇതാണ്. അപ്പോൾ സിന്തറ്റിക് ഓയിൽ പഴയ വണ്ടികളാണ്, സിന്തറ്റിക് ഓയിലുകൾ ഒഴിക്കാൻ കുഴപ്പമില്ല. നോർമൽ മിനറൽ ഓയിലാണ് ഒഴിച്ച് ഓടിക്കുന്നുണ്ടെങ്കിൽ അതന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ അടുത്തൊരു കമ്പനിയിലേക്ക് മാറുമ്പോൾ പിന്നെ വെറുതെ അങ്ങ് മാറ്റി പോകരുത്. അതുപോലെ ലോ ക്വാളിറ്റിയുള്ള ഓയിൽ ഒഴിക്കരുത്. ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കത് വല്ലോണം ബുദ്ധിമുട്ടാകും. അപ്പോൾ സിന്തറ്റിക് ഓയിൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാവരും 5000 കിലോമീറ്റർ എന്നുള്ളത് ഒരു 7000-8000 കിലോമീറ്റർ വരെയൊക്കെ വണ്ടി ഓടിക്കാമെന്ന് പറഞ്ഞ് ഓടിക്കുന്നുണ്ട്. എങ്കിലും കോളിസിനെ സംബന്ധിച്ചിടത്തോളം കാലം നമുക്ക് ഒരു 2000-3000 കിലോമീറ്റർ ആകുമ്പോൾ കറക്റ്റായിട്ട് എയർ ഫിൽറ്റർ നമ്മൾ തന്നെ ഊരിയിട്ട് താഴെ വെച്ചിട്ട് ചുമ്മാ തട്ടിയാൽ മതി. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കോളിസ് ഇപ്പോൾ ഈ വീഡിയോ കാണണം. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ കോളിസിലെ എയർ ഫിൽറ്റർ അയക്കുക. 2-3 ക്ലിപ്പുള്ളൂ. 3 ക്ലിപ്പ് അയച്ച് എയർ ഫിൽറ്റർ അയച്ച് പുറത്തെടുത്തിട്ട് ചുമ്മാ നിങ്ങളൊന്ന് തറയിൽ തട്ടി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ശരിക്കും മണ്ണായിരിക്കും അതിന് വരുന്നത്. മണലുണ്ടല്ലോ, മണൽ പോലത്തുള്ള തരിയായിരിക്കും അതിനകത്ത് വരുന്നത്. അത് കൂടുതൽ അടിഞ്ഞു കൂടുമ്പോൾ നമുക്ക് ഇത് നേരെ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ എഞ്ചിൻ പെട്ടെന്ന് പണിയാം. കോളിസ് ടൊയോട്ടയുടെ എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ലക്ഷമല്ല 10 ലക്ഷമല്ല 15 ലക്ഷം ഓടിയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കും. യാതൊരുവിധ ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എഞ്ചിൻ പണി വരാനും സാധ്യത വളരെ കുറവുള്ളതാണ് കോളിസിൻ്റെ എഞ്ചിൻ. അപ്പോൾ അത് നമ്മളായിട്ട് നമ്മുടെ ശ്രദ്ധ കുറവ് കൊണ്ട് പണിയാക്കാൻ നിൽക്കണ്ട. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര തന്നെ റീവർക്ക് എഞ്ചിൻ പണി ചെയ്താലും ആ ഒരു കമ്പനി വരുന്ന ഒരു പെർഫെക്ഷൻ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. നമുക്ക് സ്മൂത്തൊക്കെ ഉണ്ടാവും, എഞ്ചിൻ സൗണ്ടൊക്കെ കറക്റ്റായിട്ട് ട്യൂണിംഗ് ഒക്കെ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ ആ ഒരു ഗ്യാരണ്ടി നമുക്ക് ഇതിന് തരാൻ പറ്റില്ല. അത് 10 ലക്ഷം ഓടിയാലും കുഴപ്പമില്ല എന്ന് പറയും. പക്ഷേ ഇത് ചിലപ്പോൾ നമുക്ക് അത്രയും ഒരു ഗ്യാരണ്ടി ഒന്നും നമുക്ക് തരാൻ പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെയാണ്. അത് ഫസ്റ്റ് കമ്പനി വരുന്നൊരു ബിൽഡും നമ്മൾ ചെയ്യുന്ന ബിൽഡും വ്യത്യാസമുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അത് മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക. എയർ ഫിൽറ്ററിൻ്റെ കാര്യം നിങ്ങൾ സിന്തറ്റിക് ഓയിൽ ഒഴിച്ചോളൂ, സർവീസ് ചെയ്തോളൂ. 7000-8000 കിലോമീറ്ററിന് ഓയിൽ മാറിയാൽ മതി. പക്ഷേങ്കിൽ എയർ ഫിൽറ്ററിൻ്റെ കാര്യം മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. എയർ ഫിൽറ്റർ കാര്യം ഏകദേശം ഒരു 2000-3000 കിലോമീറ്റർ ആകുമ്പോൾ നിങ്ങൾ തന്നെ അഴിച്ചൊന്ന് തട്ടിയിട്ട് കഴിഞ്ഞാൽ എഞ്ചിന് ലൈഫ് നല്ലവണ്ണം കൂടും. ബ്ലാക്ക് സ്മോക്ക് ഉണ്ടാവില്ല. ബ്ലാക്ക് സ്മോക്ക് വരാനായിട്ടുള്ള മെയിൻ കാരണം എയറിൻ്റെയും ഫ്യൂവലിൻ്റെയും റേഷ്യോ കറക്റ്റ് ആകാതിരിക്കുമ്പോഴാണ് ഈ ബ്ലാക്ക് സ്മോക്ക് കോളിസിന് കൂടുതലായിട്ടും വരിക. അത് ഈ എയർ ഫിൽറ്ററിൻ്റെ പ്രശ്നം കൊണ്ടും വരും. കറക്റ്റ് അളവിൽ തന്നെ എയറും ഫ്യൂവലും കൊടുക്കണം. എഞ്ചിനകത്ത് കയറണം. എന്നാൽ മാത്രമേ നമുക്കത് കറക്റ്റ് സ്മോക്കിലും പുള്ളിങ്ങിലും വണ്ടി ഓടുള്ളൂ.
ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. ഇപ്പോഴുള്ള വണ്ടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയറിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ECM നോസിലേക്ക് ഡീസലിൻ്റെ അളവ് കുറയ്ക്കും. അങ്ങനെയൊക്കെ ആകുമ്പോൾ കറക്റ്റ് റണ്ണിങ്ങിൽ പോകും. പക്ഷേ പഴയ വണ്ടികൾ അങ്ങനെയല്ല. അത് കൊടുക്കേണ്ട ഡീസൽ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കും. എടുക്കുന്ന എയർ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കുന്ന എയറിന് വ്യത്യാസം വരും. ആ റേഷ്യോ കറക്റ്റ് ആകാതിരുന്നു കഴിഞ്ഞാലാണ് ഈ ബ്ലാക്ക് സ്മോക്ക് ഹെവി ആയിട്ട് ബാക്കിൽ തള്ളുന്നത്. ഒരുപാട് ആൾക്കാരും ചോദിക്കുന്നുണ്ട് കോളിസിൻ്റെ ബ്ലാക്ക് സ്മോക്ക് കുറയ്ക്കാൻ പറ്റും. പൂർണ്ണമായിട്ടും കുറയ്ക്കാൻ പറ്റും. അതിൻ്റെ ഡീസൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ കറക്റ്റ് ഷെഡ്യൂളിൽ മാറുക. കറക്റ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ ഏതൊരു വണ്ടിയും ബ്ലാക്ക് സ്മോക്ക് എന്ന് പറഞ്ഞിട്ട് നോസിലോ പമ്പോ അഴിക്കാതിരിക്കുക. പോളിസിനൊന്നും നോസിലും പമ്പിൻ്റെ പണി വരികയില്ല, ഉറപ്പാണ്. 100% പണി വരില്ല. ബ്ലാക്ക് സ്മോക്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോയിട്ട് എല്ലാ വണ്ടിയും ചെയ്യുന്ന പോലെ പമ്പ് അഴിക്കാനും നോസിൽ അഴിക്കാനും നിൽക്കണ്ട. അത് അതിൻ്റെ പാട്ടിൽ ഓടിക്കോട്ടെ. ബാക്കിയുള്ള നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ചെയ്താൽ തന്നെ അതിൻ്റെ ബ്ലാക്ക് സ്മോക്ക് ഹെവി ആയിട്ട് നിർത്താൻ പറ്റും. അതല്ല ഇനി അതിലും നിന്നില്ല എന്നുണ്ടെങ്കിൽ പമ്പ് ജസ്റ്റ് ഒന്ന് ട്യൂൺ ചെയ്ത് കൊടുത്താൽ മതി, കറക്റ്റായിരിക്കും. അപ്പോൾ ആരും ഇത് നോസിലോ പമ്പൊന്നും അഴിക്കാതിരിക്കുക. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഒഴിക്കുന്നത് സിന്തറ്റിക് ഓയിലാണ്. സിന്തറ്റിക് ഓയിൽ ഒഴിച്ചാലും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കറക്റ്റ് ഒരു 3000-4000 കിലോമീറ്റർ ആകുമ്പോൾ എയർ ഫിൽറ്റർ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യുക. നിങ്ങളിപ്പോൾ വീഡിയോ കണ്ട് അവസാനിപ്പിച്ച് നേരെ ഓഫാക്കിയിട്ട് നിങ്ങളുടെ വണ്ടിയുടെ അടുത്ത് പോയി ആ എയർ ഫിൽറ്റർ ഒന്ന് തട്ടി നോക്കുക. ഞാൻ പറയുന്നത് ശരിയാണോ അല്ലയോ എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ടൊരു കമൻറ്റെങ്കിലും അയക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.